ഹായ് ഫ്രണ്ട്സ് സ്റ്റോറിയിട്ട് പോവാം. അങ്ങനെ 7 പേർ പേടിച്ച് കുറച്ച് പേടി വന്നായിരുന്നു. നിങ്ങൾ ആരാ എന്ന് കേൾക്കുമായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ ചേച്ചിയുടെ പറയാൻ തുടങ്ങിയായിരുന്നു. നിങ്ങൾ 7 പേരെ പേടിക്കുക വേണം, നിങ്ങളെ എൽച്ചാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതുമാത്രമല്ല, ഞാനൊരു ആർമി ഗേളാണ്. അതുമാത്രമല്ല, ഹീറോ പറയാൻ തുടങ്ങിയായിരുന്നു. അവളൊരു ശ്വേതാന്ത്. അതുമാത്രമല്ല, അവൾക്ക് നിങ്ങളുടെ മേലെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഹീറോ പറയുന്നു, എൻ്റെ ഫ്ലാഷ് ബാക്ക് ഞാൻ പറയാം. അത് കേട്ട് പിന്നെ നിങ്ങൾക്ക് അവൾ ആരാണ് നിങ്ങൾക്ക് മനസ്സിലാവും. ഹീറോ എല്ലാം ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് അവർ വായ്പളർന്നു. അതെ, എനിക്ക് നിങ്ങൾ 7 പേരെ പിടിക്കും. അത് മാത്രമല്ല, കുട്ടി ക്രഷാണ്. അതുമാത്രമല്ല പറയാനായിട്ട് അവൾ നിങ്ങൾ മാരേജ് കഴിക്കും എനിക്ക് ജലസാവാൻ വേണ്ടി. അതുമാത്രമല്ല, അവൾ നിറയെ പോയിസനെ കൂടെ ഇരിക്കും. അതുമാത്രമല്ല, അവൾക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുക വേണ്ട എന്ന് പറഞ്ഞു ഹീറോയ്ക്ക്. അതെ, ഹീറോയിന് അവർക്ക് കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. അവർ കുറച്ച് നാൾ അവിടെ താമസിച്ചായിരുന്നു. മാനേജർക്ക് ടെൻഷനായിരുന്നു. മാനേജറിനോട് പറഞ്ഞായിരുന്നു, ഞങ്ങൾ കുറച്ച് ട്രിപ്പ് പറയായിരുന്നു, ഇവിടെ കുറച്ച് കറങ്ങിയിട്ടങ്ങ് പോവാം എന്ന് പറയായിരുന്നു. ശരി, ഓക്കെ എന്ന് മാനേജർ പറയായിരുന്നു. ശരി ഞാൻ അവരോട് പറയായിരുന്നു, അവർ കുറച്ച് എൻജോയ് ചെയ്തിട്ട് വരട്ടെ എന്ന് ബാങ്ക് വേണ്ടി പറയായിരുന്നു. അത് കേട്ട് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നിങ്ങൾ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു ഹീറോ പ്ലാൻ ചെയ്ത് തുടങ്ങിയായിരുന്നു. അങ്കിൾ വന്നായിരുന്നു. അങ്കിൾ പറയായിരുന്നു, മോളെ ഞാൻ കണ്ടുപിടിച്ച മരുന്ന് അത് യൂസ് ആവും. അങ്ങനെ അപ്പിനാന്തി നടന്നുകൊണ്ട് പോയായിരുന്നു. പിന്നെ എന്തൊക്കെ ടെൻഷനായിരുന്നു. അങ്ങനെയായിട്ട് കോഫി കുടിച്ചായിരുന്നു. ആ കോഫിയിലാണ് ആ മരുന്നുള്ളത്. അങ്ങനെ അവിടെ ഒരു കടകാരൻ ഉണ്ടായിരുന്നു, ഗെട്ടപ്പിട്ടിട്ട് വരിക. അത് ചേട്ടനായിരുന്നു, ഹീറോയിൻ്റെ 3ാം ചേട്ടൻ. ആ മരുന്ന് കളിക്കായിരുന്നു. അത് കുടിച്ചിട്ട് അവൾ ഇങ്ങനെ നടന്നാണ് ഒറ്റ മയങ്ങി വീണായിരുന്നു. അത് കുടിച്ച ഫസ്റ്റ് മയങ്ങി വീണു. അതിനെ അവിടെ അടുത്തോട്ട് വന്ന് ഒരു ക്യാമറ വെച്ചായിരുന്നു. അതിൽ അവൾ എല്ലാ കാര്യം പറയാൻ തുടങ്ങിയായിരുന്നു. അതെ, എല്ലാ കാര്യം പറയാൻ തുടങ്ങിയായിരുന്നു. അത് കേട്ട് അവൾ ടോർച്ചർ സഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെല്ലാം അവൾക്ക് അറിയാൻ പറഞ്ഞു. അതിൽ റെക്കോർഡായി. അതുമാത്രമല്ല, അവൾക്ക് ചെയ്യാനറിയില്ല. അവൾ മയങ്ങി വീണ്ടും അതെല്ലാം സത്യം പറഞ്ഞിട്ടായിട്ട് അവൾ മയങ്ങി വീണു. അവളെ വീട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് അവൾക്കറിയാം, മൊത്തം കാര്യം അവൾ അച്ഛനമ്മയോട് പറയുന്നു. ഇതാ വീഡിയോ കണ്ടോ നിങ്ങളെ മോള് ഇല്ല കേസ് ചെയ്ത് ജയിലിടണം എന്ന് പറഞ്ഞ അമ്മയുടെ അച്ഛനോട് പറയായിരുന്നു. അത് കേട്ടിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതൊരു പോലീസ് പറയായിരുന്നു. അത് കേട്ട് അവൾ അങ്ങനെയായിട്ട് ഹീറോ പറയായിരുന്നു, അങ്കിളിൻ്റെ മകനാണ് പറഞ്ഞത്. അങ്ങനെയായിട്ട് പോലീസ് വന്നായിരുന്നു. അത് ഹീറോയിൻ്റെ എന്നിട്ട് പറഞ്ഞു കേട്ട് അവർക്ക് പേടിയായിരുന്നു. ആ പിരാന്തിൻ്റെ ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു, അല്ല അങ്കിളാണ്, അങ്കിള് പോലീസിന് അയച്ചത്. അങ്കിളുടെ മകനാണ് പോലീസ്. ഫസ്റ്റ് അങ്കിളിൻ്റെ രണ്ടാമത്തെ അങ്കിളിൻ്റെ മകൻ പോലീസാണ്. അങ്കിൾ അയച്ചത്, മകനെ അയച്ചിട്ട് പറയായിരുന്നു. അങ്ങനെയായിട്ട് പറയുന്ന കേട്ട് ഷോക്കായിരുന്നു. ഞാനൊന്നും ചെയ്യില്ല, നിങ്ങളെ മകളെ വേറെ ജയിച്ചു കൊടുത്തു ഇല്ല, ഈ വീഡിയോ ഞാൻ റിലീസ് ചെയ്യും എന്ന് പറഞ്ഞു. പോലീസ് പറയാം, നിങ്ങളുടെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തറിയോ ഇല്ല, അവിടെ ടോർച്ചർ ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ പറയായിരുന്നു. സർ എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ നിങ്ങളെ മോളും ഇങ്ങനെ ഇല്ല കേസ് പോയിട്ട് ഇതാവും. അതുകൊണ്ട് നിങ്ങൾ നല്ല മനുഷ്യനാകും കൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്നെ പറയുന്നു. ശരി, ഓക്കെ സാർ എന്ന് പറഞ്ഞായിരുന്നു. അവളെ ഡാഡി പറഞ്ഞു ശരി സാർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനറിയില്ല അവളെ ഡാഡിക്ക് ഒരുപാട് ടെൻഷനായിരുന്നു. ഇവളെ വെച്ച് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അല്ല ശ്വേതൻ്റെ അമ്മേൻ്റെ പറയായിരുന്നു, നിൻ്റെ ചേട്ടൻ മകനോട് ഇവൾക്ക് മാരേജ്. എന്നാൽ അവൾക്ക് ഒന്നും അറിയില്ലായിരുന്നു. അവൾക്ക് ടെൻഷനായിട്ട് വന്നായിരുന്നു, വേറെ വഴിയില്ല. ഇതിനൊരു അവർ വരും, അപ്പോൾ കിഡ്നാപ്പ് ചെയ്യുക. അവൾ പ്ലാൻ ചെയ്തിട്ട് എങ്ങനെ കിഡ്നാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ് അവൾ ടെൻഷൻ പോയിരുന്നു. വീട്ടിൽ നോക്കുമ്പോൾ അവൾക്ക് മാരേജ് അതൊന്നും അവൾക്കറിയില്ലായിരുന്നു. അവൾക്ക് അതുമാത്രമല്ല, ഈ മാരേജ് കഴിക്കാൻ എങ്ങനെ അവൾ സമ്മതിക്കൂ എന്ന് പറഞ്ഞു ഒരുപാട് വിഷമത്തിലുണ്ടായിരുന്നു. അവർ അമ്മ അച്ഛനെ പോയിട്ട് അവിടെ സംസാരിച്ച് പോകുമ്പോൾ അവിടെ ഒരാളുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചത് വിട്ടുകൊണ്ടുണ്ടായിരുന്നു, എന്താ പ്രശ്നം എന്ന് പറഞ്ഞു. അമ്മേൻ്റെ ഗട്ടപ്പിട്ട് ഒരു അയിമ വന്നായിരുന്നു. അയിമനോട് ഹീറോ പറഞ്ഞു ഒരു മെഡിസിൻ കൊടുത്തായിരുന്നു. അതെ, ഇത് മകൾക്ക് നിങ്ങൾ ഇത് മരുന്ന് അവൾക്ക് ഓർമ്മ ഒന്നും ഉണ്ടാവില്ല, അത്തതോളം മറക്കും. അത് മാത്രമല്ല, അവൾക്ക് കുട്ടി ജനിച്ചാൽ പിന്നെ ഓർമ്മ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഓർമ്മ വരും. നിങ്ങൾ ഈ മെഡിസിൻ എന്ന് പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞു. ആ മരുന്ന് എടുത്തോണ്ട് ഇതൊന്നും പ്രശ്നം വരില്ല, അത് ഹീറോയിൻ്റെ അങ്കിൾ കണ്ടുപിടിച്ച മരുന്നാണ്, അതിലൊരു പ്രശ്നവുമില്ല. അങ്ങനെ ആ മരുന്ന് കൊടുത്തായിരുന്നു. അവൾക്ക് ഫസ്റ്റ് മാരേജ് അപ്പോൾ കൊടുത്തായിരുന്നു. അവർ പറയുന്നത് അനുസരിക്കാൻ തുടങ്ങിയായിരുന്നു. എന്ത് സമാധാനമായി എന്ന് പറഞ്ഞ് അവർക്ക് സന്തോഷമായിരുന്നു. അങ്ങനെ അവർ പറയുന്നത് അവർക്ക് മാരേജായി. അങ്ങനെ മാരേജായി. ഹീറോയ്ക്ക് സമാധാനം. ഡിസംബർ കൊറിയക്ക് പോയായിരുന്നു. അവർ ഭയങ്കര ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി, അവർ കളിച്ചത് ഒരുപാട് നന്ദിയുണ്ട് പറഞ്ഞ് അവർ പറന്ന് കൊറിയക്ക് പോയി. ഹീറോ ജോലിയായിട്ട് ഫ്രണ്ട്സ് കളിച്ച് ജോലിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഫ്രണ്ട് പറയുന്നു, മച്ചി എങ്ങനെയുണ്ടായിരുന്നു, നല്ല ഹെൽപ്പ് ചെയ്തതാ എന്ന് പറഞ്ഞ്. അതുമാത്രമല്ല, അവർക്ക് BTS മെമ്പർക്ക് ഹീറോ ആരാ മാഫിയ കോയിൻ. അതുമാത്രമല്ല, അതിപ്പോൾ സീക്രട്ട് അത് ഞാൻ ചെയ്യുന്നു ഒരു കാര്യം എല്ലാം കാര്യം അറിയും.
അതിനായിട്ട് പീറ്റേഴ്സ് മമ്മി ഡാഡിയും എല്ലാം പറയായിരുന്നു നിങ്ങൾ എപ്പോഴാണ് മാരേജ് കഴിക്കും എന്നാ പറയായിരുന്നു നിങ്ങളെ ഗേൾ ഫ്രണ്ട് എന്ന് പറയായിരുന്നു അപ്പോൾ പീറ്റേഴ്സിന്മാർക്ക് 7 പേർക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട് അത് മാത്രമല്ല ഒരുപാട് ഡേറ്റ് ചെയ്ത് നോക്കിയത് അവർക്ക് ഗേൾ ഫ്രണ്ട് ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു ശരി ഓക്കെ മാരേജ് കഴിക്കുക എന്ന് അവർ നിശ്ചയായിരുന്നു അവർക്ക് മനസ്സൊന്നുമില്ല ഒരുമാതിരിയായിരുന്നു 7 പേർക്കും അതെ 7 പേർക്കും മാരേജ് അതെ മാരേജ് കാര്യം അവർ അമ്മച്ച പറയുമ്പോൾ അവർക്ക് ഒരുമാതിരിയാണ് അവർ ഓർക്കായിരുന്നു എന്താ ചെയ്യുക എന്ന് പറഞ്ഞു അവർ വരായിരുന്നു അവർ ഗേൾ ഫ്രണ്ട് മേലെ കുറച്ച് ഡൗട്ട് വരാൻ തുടങ്ങിയായിരുന്നു പീറ്റേഴ്സ് മെമ്പർക്ക് അതെ അതുകൊണ്ട് അവർക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു അവർ ഗേൾ ഫ്രണ്ട് അവർ ഒരു ബോയ്സോടെ സംസാരിക്കുക അതുമാത്രമല്ല അവർ കൂടെ ഏതെങ്കിലും ചെയ്യുക ഇതുകൊണ്ട് എൻ്റെ ഫ്രണ്ട് എൻ്റെ കസിൻ എന്നെ പറയായിരുന്നു അവർക്ക് വീണ്ടും വീണ്ടും ഡൗട്ട് വരാൻ തുടങ്ങിയായിരുന്നു ഇത് വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു ആറാം പറയായിരുന്നു ശരി ഓക്കെ ഞാൻ ഇന്ത്യക്ക് പോവാം എന്ന് പറയായിരുന്നു അവിടെയാണ് ആ മരുന്നുള്ളത് എന്ന് പറഞ്ഞു വേണ്ട എന്ന് ആറാമ്മയോട് പറഞ്ഞ ജിൻ നമുക്ക് ഫോൺ ചെയ്ത് വിളിക്കാം അങ്ങനെ കോൾ ചെയ്ത് വിളിച്ച അങ്കിൾ എന്ന് പറയുന്നു ആരപ്പനീ എന്ന് പറയുന്നു അങ്കിൾക്കും അറിയൂ ശരിപ്പാ ഞാൻ വരാം എന്ന് പറഞ്ഞു അങ്കിൾ പറഞ്ഞ മകനോട് പറഞ്ഞു നീ കൊടുത്തയക്കാൻ അങ്ങനെ അവർ പിക്കപ്പ് ചെയ്ത് അത് എല്ലാ മെഡിസിൻ കൊണ്ടുവന്ന് അവർക്ക് എന്താ അവർ പ്രശ്നം പറയായിരുന്നു അങ്കിൾ മകൻ പറയായിരുന്നു അർജുനാണ് എന്താ പറ്റി എന്ന് പറയായിരുന്നു നടന്ന കാര്യം പറഞ്ഞു ഞങ്ങൾ ഗേൾ ഫ്രണ്ട് മേലെ ഡൗട്ടുണ്ട് എന്ന് പറയായിരുന്നു ശരി ഓക്കെ ഫസ്റ്റ് ജിന്നിൻ്റെ ഗേൾ ഫ്രണ്ട് പറഞ്ഞ ഒരു ഐഡലാണ് ഓക്കെ ജിന്നിൻ്റെ ഗേൾ ഫ്രണ്ടിന് ഫസ്റ്റ് കാണാൻ പോയിരുന്നു ജിന്നി വൈഫ് കുറച്ച് എൻ്റെ കസിനാണ് എന്ന് പറഞ്ഞു കസിൻ കൂടെ റൂമിൽ വരിക ഡ്രസ്സൊക്കെ കുറേ ഇരിക്കുക ഇതിൽ കുറച്ച് ജിന്നിക്ക് ഡൗട്ടായിരുന്നു അങ്ങനെ ആ പിന്നെ ഡ്രിങ്ക്സ് കൊടുത്തായിരുന്നു അതിന് ആ കസിൻക്ക് ഡ്രിങ്ക്സ് കൊടുത്തായിരുന്നു അങ്ങനെ വീഡിയോ ഓൺ ചെയ്തു എന്താ നടക്കുന്നത് എന്നെ ജിൻ കേട്ടോ ജിന്നിക്ക് ഷോക്കായിരുന്നു എന്താ എൻ്റെ സ്വത്തുക്ക് വേണ്ടി ചെയ്യുന്നതാ എന്ന് പറഞ്ഞിട്ട് അതുമാത്രമല്ല ജിൻ പറഞ്ഞു ഭയങ്കര റിച്ചാണ് അതുമാത്രമല്ല ഭയങ്കര ഫേമസ് ആണ് അതുകൊണ്ട് അവളെ ബോയ് ഫ്രണ്ട് പറഞ്ഞ കസിനാണ് ഒരു കമ്പനിയിൽ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ ഇതുകൊണ്ട് ജിന്നെ സ്വത്തെല്ലാം എടുത്ത് അവൾ പേരിൽ മാറ്റിയ പിന്നെ ജിന്നിനെ ബ്രേക്കപ്പ് ചെയ്യുക എല്ലാ പ്ലാനും ചെയ്തായിരുന്നു അതുമാത്രമല്ല ഇല്ല ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റില്ല അവനെ കൊന്നുകളെ എല്ലാ കാര്യം പറയായിരുന്നു ഇതോടെ ജിന്നിക്ക് ടെൻഷനായിരുന്നു ജിൻ വീഡിയോ ചെയ്ത് വെച്ചായിരുന്നു വീഡിയോ അമ്മയ്ക്ക് അച്ഛനും കാട്ടിയ അമ്മയ്ക്ക് ടെൻഷനായിരുന്നു ശരി ഇത് ക്യാൻസൽ എന്ന് പറയായിരുന്നു